ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 3-ാം വാക്യം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഒരിക്കൽ ഒരാശ്രമത്തിലുണ്ടായിരുന്ന പുരാതനവും വിലപിടിപ്പുള്ളതും മനോഹരവുമായ ഒരു പാത്രം ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടിപ്പോയി. ആ ശിഷ്യൻ ആകെ ഭയന്ന് വിറച്ചു. ഗുരു എന്ത് ശിക്ഷയായിരിക്കും നൽകുന്നതെന്നറിയാതെ അവൻ ആ പാത്രത്തിൻ്റെ ചീളുകളുമായി ഗുരുവിനെ സമീപിച്ച് മാപ്പ് ചോദിച്ചു. എന്നാൽ ഗുരു ആ ചീളുകൾ വാങ്ങി കത്തിക്കൊണ്ടിരുന്ന ചൂളയിൽ ഇട്ടിട്ട് ആ ശിഷ്യനോട് പറഞ്ഞു, ഈ ലോകത്തിൽ ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. എത്ര മനോഹരമായാലും വിലപിടിപ്പുള്ളതായാലും എല്ലാം ഒരു കാലയളവ് വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ചിലതിൻ്റെ കാലയളവ് വളരെ ഹ്രസ്വമായിരിക്കും, ചിലത് കുറച്ചുകൂടെ ദൈർഘ്യമുള്ളതാവാം. സാധാരണഗതിയിൽ എല്ലാറ്റിൻ്റെയും കാലയളവ് ചുരുക്കമാണ്. അതുകൊണ്ട് പൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളുമായി നിൽക്കുന്നതിന് പകരം അവയെ എന്നേക്കുമായി ത്യജിച്ചിട്ട് ജീവിതത്തിൻ്റെ അടുത്ത പടവുകളിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുക. പ്രതീക്ഷിക്കാത്ത വിധം ഗുരു സാന്ത്വനപൂർവ്വം പ്രതികരിച്ചതിൽ ആ ശിഷ്യന് വളരെ ആശ്വാസം തോന്നി. ഈ സംഭവത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ആ ഗുരുവിൻ്റെ പ്രതികരണം. അബദ്ധത്തിൽ പൊട്ടിയതെങ്കിലും അത് സഹിക്കുന്നതിന് അനേകർക്കും വിഷമമാണ്. അതാണ് ആ ശിഷ്യൻ്റെ ഭയത്തിന് കാരണം. എന്നാൽ ആ ഗുരുവിന് ആ പാത്രം പൊട്ടിയതിൽ യാതൊരു ക്ഷോഭവും ഉണ്ടായില്ല. അങ്ങനെ പ്രതികരിക്കുവാൻ കഴിയുന്നത് ആളത്വത്തിൻ്റെ മഹത്വമാണ്. കുട്ടികളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ അവരെ ശിക്ഷിക്കാത്ത മാതാപിതാക്കൾ തുലോം ചുരുക്കം. ഇങ്ങനെയുള്ള കാരണങ്ങളുടെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ശണ്ടയുണ്ടാവാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ ആ സംഭവത്തിന് കാരണമായവരെ പോകട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ അതെത്ര ശ്രേഷ്ഠമാണ്. രണ്ടാമതായി, ഗുരുവിൻ്റെ വാക്കുകൾ. പൊട്ടിയതിൻ്റെ അവശിഷ്ടവുമായി നിൽക്കാതെ അടുത്ത പടവുകളിലേക്ക് പ്രവേശിക്കുക. മറ്റുള്ളവർ നമ്മെ ശാസിച്ചില്ലെങ്കിൽ പോലും നാം കാരണം സംഭവിച്ച ആ നഷ്ടത്തിന് നാം തന്നെ ശിക്ഷിച്ചെന്ന് വരാം. അയ്യോ, എനിക്കിങ്ങനെ വന്നല്ലോ, അതെന്ത് വിലയുള്ളതായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ സ്വയം ചിന്തിച്ച് കുറ്റബോധത്തോടെ മുൻപോട്ട് പോവുക. എന്നാൽ പരിഹരിക്കുവാൻ കഴിയാത്ത വിധം തകർന്ന ഒരു വസ്തുവിനെ ഓർത്ത് കൂടുതൽ ഭാരപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല. സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടത് അനിവാര്യം തന്നെ. അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൻ്റെ തന്നെ തകർച്ചയ്ക്കും നാം കാരണക്കാരാവാം. എന്നാൽ സംഭവിച്ചതിനെക്കുറിച്ച് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ആ സംഭവത്തിൽ ജീവിതം തളച്ചിടാതെ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. മഹത്വപൂർണ്ണമായ ജീവിതം നയിപ്പാൻ നാം എങ്ങനെയായിരിക്കണം എന്നത് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ജീവിതത്തെക്കുറിച്ചുള്ള ദൈവോദ്ദേശം തിരിച്ചറിയുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത്. അങ്ങനെ ജീവിപ്പാൻ നമുക്ക് തന്നെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ദൈവം അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിപ്പാൻ തക്കോടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ പാകപ്പിഴകളെ ഓർത്തുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ അർത്ഥരഹിതമാക്കുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. പ്രാർത്ഥന കേട്ടവയ്ക്കായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.